നമ്മൾ ചൈനീസ് കേബേജ് വിളവെടുക്കുന്നതിന്റെ വീഡിയോ ചെയ്തപ്പോൾ ഇഷ്ടം പോലെ ആളുകളായിട്ട് അപ്പോൾ ചൈനീസ് കേബേജ് ചോദിച്ചു വരുന്നത്. അപ്പം ഇന്ന് കൊടുക്കാനുള്ള ചൈനീസ് കേബേജ് ഉണ്ട്, കുറച്ച് പറിച്ചെടുക്കുക. ഇവിടുന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം. അല്ല, വലിയ ചൈനീസ് കേബേജ് ആയതുകൊണ്ട് 2-3 വെക്കുമ്പോഴത്തേക്കും നമ്മളെ കൊട്ട നിറഞ്ഞു പോകും. ഇതൊക്കെ ആയതാട്ടോ. സൂപ്പർ ചൈനീസ് കേബേജ്. വേഗം തന്നെ അങ്ങോട്ട് പറിച്ചെടുക്കാം. ഇത്രയും ആയിട്ടുണ്ട്. അപ്പൊ അത് ഇവിടെ വെച്ചിട്ട് നമുക്ക് വേഗം ഇത് ക്ലീൻ ചെയ്യണം. അത് ഓരോന്നോരോന്നായിട്ട് അങ്ങനെ നിരത്തി വെക്കാം. വലുതും മീഡിയം എല്ലാം പറിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നിർത്തുന്നില്ല. പക്ഷെ മൊത്തം പറിച്ചെടുത്തിട്ട് തണുപ്പ് പോകുന്നതിന് മുന്നേ നമുക്ക് അടുത്ത് നട്ടു കൊടുക്കണം. രണ്ടൊക്കെ വലുപ്പം കണ്ടില്ല, പക്ഷെ നല്ല സൈസ് ഉള്ളതാണ്. ഇത്രയുണ്ട്. ഇനി വേഗം ക്ലീനിങ്ങിലോട്ട് പോവാം. ഇതാ ഇതുപോലെയാണ് ക്ലീൻ ചെയ്യുക കേട്ടോ. ഉള്ളിലേക്ക് വരുമ്പോൾ സാധനം നല്ല അടിപൊളിയായി വരും. പക്ഷെ നല്ല വലുപ്പമുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. ഇതും കൂടെ അല്ലേ പോരെ. അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വൃത്തിയാക്കുന്നതിന്റെ കൂടെ തന്നെ ക്ലിം റാപ്പ് ചെയ്ത് പോകുന്നുണ്ട്. നേരെ ചുറ്റി വെച്ചാൽ ഇലകളൊന്നും ഡാമേജ് വരില്ല. അടുത്തത് വെട്ടട്ടെ. ഒരേ സമയം 2 പണികൾ എടുക്കുന്നുണ്ട്. ഓർഡർ കിട്ടിയ സ്ഥലത്തേക്ക് പെട്ടെന്ന് എത്തിക്കാൻ കഴിയും. സ്പീഡ് പരിപാടികളാ. ഇതാ അടുത്തത്. നമ്മൾ ക്ലിം റാപ്പ് ചെയ്തത് ഇതുപോലെ ഇനി കൊട്ടയ്ക്ക് എടുത്ത് വെക്കാം കേട്ടോ. അടിപൊളി സാധനം. നോക്ക്, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇലകൾക്കൊന്നും ഡാമേജ് കാര്യങ്ങളൊന്നും വരില്ല. ഇപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കും ചെയ്യും. ഇതല്ലേ അപ്പോൾ അത് കൊടുക്കാനുള്ളതൊക്കെ നമ്മൾ റാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ചെറുതിനാട്ടോ ഡിമാൻഡ് കൂടുതൽ. ചൈനീസ് കേബേജ് അല്ലെങ്കിൽ കസ് വലുതാവും തോറും ഡിമാൻഡ് കുറവാണ്. ചെറുതിനാണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. അപ്പോൾ നമ്മളെ ഫാമിലി കുറച്ചും കൂടെ ഉണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നാൽ ഇതുപോലെ നല്ല അടിപൊളി ചൈനീസ് കേബേജ് നിങ്ങൾക്ക് കൊണ്ടുപോകാം.